ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ചിരട്ടയും കുറച്ച് വൈറ്റ് സിമൻറ്റും പഴയ ഒരു ബോട്ടിലും കൊണ്ട് ഒരു അടിപൊളി പോട്ടുണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പഴയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പം ഏത് സൈസിനുള്ളത് വേണോ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതും പിന്നെ കുറച്ച് കോട്ടൺ തുണിയും. അപ്പോൾ ആ കോട്ടൺ തുണി ആ വൈറ്റ് സിമൻറ്റിൽ നല്ലവണ്ണം മുക്കിയിട്ട് നമുക്ക് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൽ ചുറ്റാതെ നല്ലവണ്ണം ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ തുണിയൊക്കെ ചുറ്റി ഒട്ടിക്കുമ്പോൾ എത്ര ലെയർ വേണോ നമുക്ക് കട്ടിക്ക് തന്നെ നല്ല കട്ടി കിട്ടത്തക്ക രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ തുണിയെല്ലാം നല്ലവണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 2 ദിവസമെങ്കിലും നല്ലവണ്ണം, 2 ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം വരെ മതി, ഒരു 24 മണിക്കൂർ നല്ലവണ്ണം ഉണങ്ങാൻ വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് വേണ്ടത് നമുക്ക് പഴയ ചിരട്ടകളാണ്. ഇനി ആ ചിരട്ടകൾ വൃത്തിയാക്കി എടുക്കണം. അതിനുവേണ്ടി 80ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം ചുരണ്ടി കൊടുക്കുമ്പോൾ അതിൻ്റെ പുറത്തുള്ള പൂപ്പലും ആ പൊടിയും എല്ലാം അങ്ങ് മാറി കിട്ടും. അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഉരച്ചു കൊടുത്താൽ നല്ല വൃത്തിയാക്കി പേപ്പർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് അതിനെല്ലാം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇത് കണക്ക് പേപ്പറിന് പിടിച്ച് ഞാൻ കഴുകിയെടുത്ത ചിരട്ടകളാണ്. ഇനി ഇതിന് നമുക്ക് ചെറിയ പീസുകളായിട്ട് ചുറ്റികയോ മറ്റ് എന്തെങ്കിലും കൊണ്ട് നല്ലവണ്ണം തട്ടിപ്പൊട്ടിച്ചെടുക്കണം. അത് കഴിഞ്ഞ് ആ ബക്കറ്റ് ഏകദേശം ഒരു 24 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ വൈറ്റ് സിമൻറ്റാണ്. വൈറ്റ് സിമൻറ്റ് ഒരു മീഡിയം കട്ടിക്ക് കലക്കിയിട്ട് ഇതിൽ ഞാൻ പശയൊന്നും ചേർത്തിട്ടില്ല, വൈറ്റ് സിമൻറ്റ് വെള്ളവും മാത്രമാണ്. എന്നിട്ട് ബക്കറ്റിൻ്റെ പുറത്ത് നല്ലോണം കോരി ഒട്ടിച്ച് വൈറ്റ് സിമൻറ്റ് കോരി പറ്റിച്ചിട്ട് നമുക്ക് ആ ചിരട്ടയുടെ പീസുകളെല്ലാം ഗ്യാപ്പ് വന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് നല്ലോണം ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ചിരട്ടകൾ ഒട്ടിക്കപ്പോൾ നല്ല കുഴിവ് വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കണം. കാരണം വലിയ പീസുകൾ വന്നു കഴിഞ്ഞാൽ അടിഭാഗം നല്ല കുഴിവ് വരും. അപ്പോൾ അതിന് നമുക്ക് വൈറ്റ് സിമൻറ്റ് അവിടെ നല്ല കട്ടിക്ക് കോരി വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് പൊട്ടിക്കപ്പോൾ അടിഭാഗം നല്ല കുഴിവ് വരത്തില്ല. അപ്പോൾ ഒട്ടിച്ചെടുക്കാനും എളുപ്പമുണ്ട്. അതിൽ പതിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഒട്ടിയിരുന്നോളൂ. അപ്പോൾ വൈറ്റ് സിമൻറ്റ് എല്ലാ സൈഡിലും കോരി ഒട്ടിച്ചിട്ട് ഇതേ കണക്ക് നമുക്ക് ചെറിയ ഗ്യാപ്പുകൾ വന്നാലും കുഴപ്പമില്ല. വലിയ ഗ്യാപ്പൊക്കെ വരണമെങ്കിൽ അതിനകത്ത് ചെറിയ പീസിട്ട് നല്ലോണം ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സൈഡും ഇതേ കണക്ക് തന്നെ കോരി ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ആ ചെറിയ ഗ്യാപ്പുകൾ വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് ചെറിയ കരണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് കൈ കൊണ്ടായിരുന്നാലും നമുക്ക് ആ വലിയ ഗ്യാപ്പുകൾ ചെറുതായിട്ടൊന്ന് കോരി അടച്ചു കൊടുക്കാം. അപ്പോൾ കോരി വെട്ടിക്കപ്പോൾ നമുക്ക് ചിരട്ടയുടെ പുറത്ത് സൈഡിൽ ഒരുപാട് പറ്റാത്ത രീതിയിൽ ആ ഗ്യാപ്പ് മാത്രം ചെറുതായിട്ടൊന്ന് കോരി ഒട്ടിച്ചു കൊടുക്കുക.
അടുത്ത് നമ്മൾ എടുക്കുന്ന ബക്കറ്റ് മുകൾ സൈഡിൽ തടുപ്പുള്ളതാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിലും നമുക്ക് വേണമെങ്കിൽ മുകൾ സൈഡിൽ ഒരു ബോർഡർ വേണമെങ്കിലും പിടിക്കാം, ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ വലിയ തടുപ്പുള്ള ബക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പം തടുപ്പുള്ളത് കൊണ്ട് മാത്രമല്ല ഞാൻ ഒരു ബോർഡർ എന്തായാലും ഇതിൽ പിടിക്കുന്നുണ്ട്. അതിനുവേണ്ടി ബാക്കി മുകളിലുള്ള ഭാഗത്ത് കുറച്ച് കോട്ടൺ തുണി നല്ല കട്ടിക്ക് വൈറ്റ് സിമെൻറ്റിൽ മുക്കി ചുറ്റി കെട്ടിയിട്ടുണ്ട്. അതൊരു 10-20 മിനിറ്റ് കഴിയപ്പം ഏകദേശം ഒന്ന് ആ വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വൈറ്റ് സിമെൻറ്റ് നമുക്ക് ആ ചെറിയ തുണിയുടെ വീതിക്ക് അല്ലെങ്കിൽ ആ ബോർഡർ നമുക്ക് എത്ര വീതിക്ക് വേണോ ആ ഒരു വീതിക്ക് വൈറ്റ് സിമെൻറ്റും കൂടെ കട്ടിക്ക് തന്നെ കോരി റൗണ്ട് ഷേപ്പിൽ കോരി ഒട്ടിച്ചു കൊടുക്കാം. ആ തുണി നല്ലോണം മറഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ. അപ്പോൾ മുകൾ സൈഡിലും ആ തുണിയുടെ ഭാഗങ്ങൾ കാണുന്ന സൈഡിലും മൊത്തം സൈഡിലും നല്ലോണം കോരി ഒട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ ചെറിയൊരു വൃത്തിക്ക് നല്ലോണം ചെറിയ കരണ്ടി കൊണ്ട് തന്നെ കോരി ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഗ്യാപ്പ് അടച്ച വൈറ്റ് സിമെൻറ്റിൻ്റെ അംശമൊക്കെ നമുക്ക് ചിരട്ടയുടെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടിട്ടുണ്ട്. അതിനെ ഒരു തുണി കൊണ്ട് ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിയുമ്പം നമ്മൾ ആ ഗ്യാപ്പ് അടച്ചതൊക്കെ നല്ല ഉണങ്ങി കിട്ടും. അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ട് തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനുവേണ്ടി ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് ഉണങ്ങും. ഉണങ്ങിയ ശേഷം വെള്ളത്തിൽ തുണി ഒന്ന് മുക്കിയിട്ട് നമുക്ക് ആ ചിരട്ടയുടെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന വൈറ്റ് സിമെൻ്റ് എല്ലാം നല്ലോണം വൃത്തിയാക്കി എടുക്കാം. വെള്ളത്തിൽ മുക്കി നല്ലോണം ചുരണ്ടി കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് സിമെൻറ്റിൻ്റെ പാടൊക്കെ എല്ലാം പോകും. എന്നിട്ട് നമുക്ക് ആ റൗണ്ട് പിടിച്ചേക്കുന്നതിൻ്റെ മുകളിലും വലിയ തടുപ്പൊക്കെ ഉള്ളത് തുണി പിടിച്ച് തന്നെ തുണി വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് പിടിച്ച് വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 2 ദിവസം നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണക്കാൻ ശ്രമിക്കുക. ഉണങ്ങിയതിന് ശേഷം നമുക്ക് പിന്നെ അതിന് എംബിൻ്റെ പേപ്പർ കൊണ്ട് ആ വലിയ തടുപ്പൊക്കെ റൗണ്ട് ഷേപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ പേപ്പറെല്ലാം എംബിൻ്റെ പേപ്പർ മാത്രമേ ഞാൻ പിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പേപ്പറിന് ഏകദേശം ആ റൗണ്ട് ഷേപ്പൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിരട്ടകളിലൊന്നും പേപ്പർ ഇടേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നല്ലോണം തുടച്ച് വെച്ചേക്കണം. അതുകൊണ്ട് അത് കഴിഞ്ഞ് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് പെയിൻ്റാണ്. ഇപ്പോൾ പെയിൻറ്റ് കൊടുക്കാൻ എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ കളറാണ്, ആക്രിലിക്കിൻ്റെ ഗോൾഡ്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പിലും നമുക്ക് ആ വൈറ്റ് സിമെൻറ്റ് ചിരട്ടകളിലെ സൈഡിൽ ഗ്യാപ്പിൽ ഒട്ടിച്ചിരിക്കുന്ന പിന്നെ ഗ്യാപ്പുകളിലും അടിക്കാൻ ആക്രിലിക്കിൻ്റെ ഈ ഒരൊറ്റ കളർ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കളർ, ഏതെങ്കിലും വേറെ കളറാണ്, ഗോൾഡ് അല്ലാതെ വേറെ എന്തെങ്കിലും കളറാണ് വേണ്ടതെങ്കിൽ നിങ്ങളത് എടുക്കുക. അപ്പോൾ ഗോൾഡ് അടിക്കുമ്പോൾ ഏകദേശം ഒരു 2-3 കോട്ടെങ്കിലും നല്ല ഫസ്റ്റ് കോട്ടടിച്ച് നല്ലോണം ഉണങ്ങിയിട്ട് 2 കോട്ടും കൂടെ അടിച്ചു കൊടുത്താലേ ഗോൾഡിൻ്റെ നല്ലൊരു കളർ കിട്ടത്തുള്ളൂ. ഇനി ആ ഗ്യാപ്പിലും കൂടെ ആക്രിലിക്കിൻ്റെ ഗോൾഡ് തന്നെ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഗ്യാപ്പുകളിലെല്ലാം കളർ കൊടുത്ത് തീർന്നിട്ട് അത് നല്ലവണ്ണം ഏകദേശം ഉണങ്ങാൻ വയ്ക്കുക. ഏകദേശം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രം ക്ലിയർ വാർണിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അവസാനം ക്ലിയർ വാർണിഷാണ് വേണ്ടത്. അതിന് 1-2 കോട്ട് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ബ്രഷ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുമ്പോൾ കാണാൻ നല്ലൊരു ലുക്കായിരിക്കും, നല്ലൊരു ഗ്ലേസിങ് കിട്ടും. അത് കഴിഞ്ഞ് ഇതിൻ്റെ അടിസൈഡിൽ നല്ല ഒരു കമ്പിത്തുണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ട് നല്ലൊരു ഹോൾസും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ചെടിച്ചട്ടിയുടെ അടിസൈഡിലുള്ള ഹോൾസുമായി
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.